കേരളത്തിൽ കാലവർഷം തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 പ്രളയങ്ങൾ നമുക്ക് തന്ന പാഠം നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള എല്ലാ ഭൂമിശാസ്ത്രത്തിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള കേരളത്തിൻ്റെ വാസ്തുശില്പി എന്ന് പറയാൻ പറ്റുന്ന ജി ശങ്കർ അദ്ദേഹം ഈ കേരളത്തിലെ കാലവർഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹം ഈ പ്രളയകാലത്ത് നടത്തിയ യാത്രകളെക്കുറിച്ചും സംസാരിക്കുന്നു. ശങ്കർജി, പിന്നെ കേരളത്തിൽ കാലവർഷം വീണ്ടും നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുരളി തുമ്മാരുക്കുടിയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, കേരളത്തിൽ ശരിക്കും നമ്മൾ കാര്യങ്ങൾ വേണ്ട തരത്തിൽ മനസ്സിലാക്കിയുള്ള പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പം കേരളത്തിൽ ഈ കാലവർഷം വീണ്ടും നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ 2 പ്രളയങ്ങൾ നമുക്ക് എന്ത് പാഠമാണ് ശരിക്കും മലയാളിയെ പഠിപ്പിച്ചത്? ഞങ്ങളുടെ ദുരന്ത വഴികളിൽ എപ്പോഴും പറയുന്ന കാര്യം, ഓരോ ദുരന്തവും ഒട്ടനവധി അവസരങ്ങളുണ്ടായി. ഒരുപാട് അവസരങ്ങൾ, അതായത് എവറി ഡിസാസ്റ്റേഴ്സ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അത് നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, 2018 നമ്മുടെ 2014 സുനാമി വന്നപ്പോഴാണ് ആദ്യമായിട്ട് കേരളം ഞെട്ടിയുള്ളത്. നമ്മുടെ ഭൂമിയെ അത്രയും സുരക്ഷിതമല്ല എന്നുള്ള തിരിച്ചറിവ് 2018 പിന്നീട് വന്ന 2019 തുടർ പ്രളയങ്ങൾ. അന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, കാലാവസ്ഥ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ്. കാലാവസ്ഥ വ്യതിയാനം മാത്രമല്ല, ഇതൊരു തുടർക്കഥയാണ്. 2018, 19, ഇപ്പോൾ 24, 25 നമ്മൾ എല്ലാ വർഷവും ഒരു വെള്ളപ്പൊക്ക ഭീതിയിലാണ്. അതിന് സവിശേഷമായ കാരണം അതിൽ പ്രതിസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അതായത് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹിക കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭൂമിയുടെ കിടപ്പിനും വിരുദ്ധമായിട്ടുള്ള നിർമ്മാണ സംസ്കാരമാണ് കഴിഞ്ഞ 4 ദശാബ്ദങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നത്. അതുതന്നെയാണ് ഇത് പ്രധാനപ്പെട്ട ജീവനാശത്തിനും ഒക്കെ കാരണം എന്ന് ഞാൻ കരുതുന്നു. അത് നമ്മുടെ അനഭിലഷണീയമായിട്ടുള്ള അനഭിമതമായിട്ടുള്ള ഒരുപാട് നിർമ്മാണ വിദ്യകളും നിർമ്മാണ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കെട്ടിടങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിന് വളരെ സവിശേഷമായ, ലോകത്തിന് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയുണ്ട്. നമുക്ക് സമൃദ്ധമായിട്ടുള്ള മലനാടുകളുണ്ട്. നമുക്കറിയാം, ഹൈ റേഞ്ച് എന്നൊക്കെ മലനാടുകൾ. നമുക്ക് വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇടനാടുകളുണ്ട്. കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് പാറശാല വരെ നീണ്ടു നിൽക്കുന്ന തീരപ്രദേശം. ഇതൊരു സവിശേഷമായിട്ടുള്ള വീതി കുറഞ്ഞ ഒരു ഭൂഭാഗമാണ്. ഈ മലകളിൽ, ഇടനാടുകളിൽ, തീരപ്രദേശത്തിൽ വീട് വയ്ക്കുന്നതിന് നിർമ്മാണ മേഖലയിൽ അതിൻ്റെ ഏറ്റവും സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ വീട് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 4 ദശാബ്ദങ്ങളായിട്ട് അത് മാറിയിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പുത്തൻ യന്ത്രസാമഗ്രികൾ കൊണ്ടുവന്നിരിക്കുന്നു. മണ്ണ് മാന്താനായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള പ്രൊക്ലൈനർ, JCB തുടങ്ങുന്ന സാധനങ്ങൾ കേരളത്തിൻ്റെ നെഞ്ച് പറിക്കുകയാണ് യഥാർത്ഥത്തിൽ. കാരണം നമ്മൾ എല്ലാ ഭാഗങ്ങളും, മലകളെല്ലാം നിരത്തി മൈതാനങ്ങളാക്കുന്നു, വയലുകൾ നിരത്തി വീണ്ടും മൈതാനങ്ങളാക്കും. അപ്പം ഞാൻ ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ കൗതുകകരമായിട്ടുള്ള പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മൈതാനം ആർക്കിടെക്ചറിൻ്റെ പ്രയോക്താക്കളായിട്ട് മാറിയിരിക്കുന്നു. ഇത് പ്രകൃതി വിരുദ്ധമാണ്. നമ്മൾ പറയുന്നത്, എങ്ങനെ ഭൂമി കിടക്കുന്നു അതിനെ വികലപ്പെടുത്താനുള്ള അവകാശം മനുഷ്യനില്ല എന്ന് വിശ്വസിക്കുന്ന അപൂർവം ജനസിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് ഭൂമി കിട്ടുന്നത്? അതൊരു വിധിവിഹിതം എന്ന് ഞാൻ പറയും. അതൊരു വിധിയാണ്, ഒരാളുടെ ഭൂമി ഒരാളുടെ വിധിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച്, ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് കെട്ടിടം വയ്ക്കുവാനായിട്ട് മലയാളിക്ക് അറിയാമായിരുന്നു. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതാണ് പറയുന്നത്, ഒരു ജൈവികതയുണ്ട് ഈ വാസ്തുശില്പ. ജൈവികത എന്ന് പറഞ്ഞാൽ ഭൂമിയെ തൊട്ട്, മനുഷ്യരെ തൊടുന്ന പോലെ ഭൂമിയെ തൊട്ടുള്ളൊരു വാസ്തുശില്പ മാതൃകയാണ്. കുഴിയിലാണെങ്കിൽ കുഴിയിൽ വീട് വയ്ക്കും, അതിൻ്റെ ആ ഒരു ഭൂമിയുടെ പ്രതലം വെച്ച് വീട് വയ്ക്കും. ഇതിന് വലിയ രീതിയിലുള്ള ഒരു നാശം വന്നപ്പോഴാണ് പ്രകൃതിയുടെ ഉത്തരങ്ങൾ വരുന്നത്. അതിന് ഈ ഉദാഹരണം 2018 കേരളം അങ്ങോട്ടുള്ള യാത്ര ചെയ്താണ് ഞാൻ. നമ്മുടെ വയനാട് പുത്തുമലയിൽ പോയി, ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായ ഒരു പുത്തുമല. പുത്തുമലയിൽ പോകുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ ഹൃദയഭേദമാണ്. കാരണം വെച്ചാൽ അവിടുത്തെ ആ ഭൂമി, വയനാട്ടിലെ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് ഫ്രജൈലാണ്, അതായത് ദുർബലമായിട്ടൊരു ഭൗമപാളി സ്ഥലമാണ്. അവിടെ ഒരു രീതിയിലുമുള്ള നിയന്ത്രണങ്ങളില്ലാതെ കെട്ടിടങ്ങൾ വരികയാണ്. ഒരു നിയന്ത്രണമില്ല. എനിക്ക് പേടിയാണ് ഇപ്പോഴും. പല കെട്ടിടങ്ങൾ
ഈ കിഴക്കാൻ തൂക്കായ മലകളുടെ ഒരു അറ്റത്തേക്ക് ചില റിസോർട്ടുകളെ പോലുള്ള കെട്ടിടങ്ങൾ കാണുന്നത്. അതുപോലെ വയനാടിന് ഒട്ടും ഭൂഷണമല്ലാത്ത ബഹുനില മന്ദിരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയ്ക്ക് വൈത്തിരിക്കൊക്കെ. ഇതൊക്കെ വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. നമ്മുടെ ഭൂമിയുടെ ദൗർബല്യം നമുക്ക് അതിജീവിക്കണം. അതിൻ്റെയുള്ള രീതികളുണ്ട്. ഒന്ന് നമ്മൾ റബ്ബർ കൃഷി ചെയ്യുന്ന പോലെ തട്ടായിട്ട് വീട് വയ്ക്കുക എന്നൊക്കെയുള്ള രീതിയുണ്ട്. അത് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ. അല്ലാതെ എല്ലാം നിരപ്പാക്കി അത് ശരിയല്ല. അത് മാത്രമല്ല, നിർമ്മാണ രീതികളും നിർമ്മാണ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും ഒക്കെ തന്നെ വലിയ ഭീകരമായിട്ട്. ഇപ്പം പാറ പൊട്ടിക്കുന്നതിൻ്റെ പ്രകമ്പനങ്ങൾ, മണൽ വാരുന്നതിൻ്റെ പ്രകമ്പനങ്ങൾ, അതിൻ്റെ ആയിട്ടുള്ള ഈ ദുരന്തങ്ങൾ, ഇതൊക്കെ ഈ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടുന്നതാണ്. പുഴയുടെ ഘടന മാറി. ഈ പുഴയുടെ അടിയിൽ മണൽ മാറ്റി ചെളിയായി മാറി. അപ്പം ഈ വെള്ളപ്പൊക്കത്തിൽ അതിവർഷത്തിൻ്റെ കാലഘട്ടത്തിൽ അവൻ്റേതായിട്ടുള്ള വഴി തേടും. നമ്മൾ ഈ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈദേശിക ഒരുപാട് സമയം വെച്ചു. പക്ഷേ ഒഴുകി പിറക്കാൻ സ്ഥലമില്ല. കാരണം രണ്ട് സൈഡിൽ വീടുകളാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട കായലിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിട നിർമ്മാണ പ്രവൃത്തിയാണ്. പുഴയോരങ്ങളെല്ലാം തന്നെ അങ്ങനെ വികലമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം ഇനിയുമുള്ള അത് മാത്രമല്ല, കേരളത്തിനെ സംബന്ധിച്ചുള്ള മറ്റു വലിയൊരു കാര്യം, നമ്മൾ ഇത്രയും മഴക്കൊയ്ത്ത് എന്നൊക്കെ പറയുന്നത് ഏറ്റവും സ്വാഭാവികമായി നടക്കേണ്ട സ്ഥലമാണ്. മഴയുടെ സംഭരണികൾ എന്തായി? കുറേ കോൺക്രീറ്റ് കൊണ്ടുള്ള കുറേ ടാങ്കുകളായിട്ട് പുനരുദ്ധരിച്ചെന്നല്ലാതെ യഥാർത്ഥത്തിൽ മണ്ണിലേക്ക് ആഴ്ത്തുന്നൊരു പ്രവർത്തനം നടന്നിട്ടില്ല. ഓടകളിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കാര്യം നമുക്കറിയാം. അത് താങ്ങാനൊക്കാത്ത രീതിയിൽ മലവെള്ള പാച്ചിലാണ്. നമ്മൾ കേരളം ഒരു വലിയൊരു ജലദൗർലഭ്യം നേരിടുകയാണ്. മഴയെപ്പറ്റി നമ്മൾ ആശങ്കയുള്ളപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ വരൾച്ച വരാൻ പോകുകയാണ്. അല്ല, അത് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ. കാരണം ഈ മഴക്കാലത്തിന് മുമ്പ്, ഈ വർഷകാലത്തിന് തൊട്ട് മുമ്പ് കേരളം ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു ഉണക്കുകാലം, വേനൽക്കാലം അനുഭവിച്ചു. ഏറ്റവും കൂടുതൽ വരൾച്ച നേരിട്ടു. നമ്മുടെ കൃഷിയിടങ്ങളും മനുഷ്യരും ഒക്കെ തന്നെ അതിൻ്റെ ദുരന്തം അനുഭവിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വലിയ, നമ്മൾ കേരളത്തിൽ പരിചിതമല്ലാത്ത, എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഉഷ്ണകാലത്ത് ജീവിതത്തിലൊക്കെ സത്യം ഇത്രയും കഠിനമായൊരു വേനൽക്കാലത്തൂടെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. നമ്മുടെ എല്ലാ ജലാശയങ്ങളും, ഞാൻ പറയട്ടെ, കേരളത്തിൽ 44 നദികളുണ്ട്. 44 നദികളും ആസന്ന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറയുന്ന രീതിയിൽ കുടിക്കാൻ വെള്ളം കിട്ടാത്തൊരു കാലാവസ്ഥയിൽ ഞാനിപ്പോഴും ആലോചിക്കുന്നത്, എൻ്റെ കുഞ്ഞുനാടുകളിലൊക്കെ ഞാൻ ട്രെയിനിൽ ആദ്യമായിട്ട് യാത്ര തുടങ്ങിയ സമയത്ത് ഈ കുപ്പിവെള്ളം എന്നുള്ളത്, അതെങ്ങനെ വെള്ളത്തെ എങ്ങനെ ചരക്കാക്കി മാറ്റാമെന്നുള്ളതിനെപ്പറ്റി ഞാൻ ആശങ്ക കൊണ്ടിരുന്നൊരു യൗവനകാലം ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. കേപ്പ് ടൗണിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യമുള്ള നഗരമായിട്ട് കേപ്പ് ടൗൺ കഴിഞ്ഞിരിക്കുന്നു. അതേ നമ്മൾ ബാംഗ്ലൂരായിരിക്കുന്നു. കേരളം ഒരു സമാനമായിട്ട് സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഓരോ ദുരന്തവും പാഠങ്ങളുണ്ട്. ജലദൗർലഭ്യത്തിന് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ: മണ്ണിലാഴ്ത്തുക. നമ്മുടെ ഭൂമിയുടെ ആ ജലസമ്പത്തിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ മണ്ണിലാഴ്ത്തുക. മഴക്കുഴികളെന്നൊക്കെ പറയുന്ന രീതിയിൽ മണ്ണിലാഴ്ത്തുക. അത് നമ്മൾ സംഭവിക്കില്ല. എല്ലാം മാലിന്യങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ഡിസ്പോസൽ നടക്കുന്നു ഈ ജലാശയങ്ങളിലേക്ക്. അത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ലൈഫ് എന്ന് പറയുന്നത് വെള്ളത്തിലുമുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ജീവനുണ്ട്. നമുക്കറിയാം, വെള്ളത്തിൻ്റെ ജീവൻ നശിപ്പിക്കുന്ന രീതിയിൽ മാലിന്യക്കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിനെയൊക്കെ തിരിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഓരോ നദിയും, ഞാനിപ്പോൾ ഗംഗ നദിയുടെ പുനരുജ്ജീവനത്തിൻ്റെ വഴി കൂടെ നടക്കുന്ന ഒരാളാണ്. ഇതിന് പുനരുജ്ജീവനം അത്ഭുതകരമാണ്. ഞാൻ ഒരു വളരെ മലിനവശമായിട്ടുള്ള കാളിന്തി നദി പോലെ ഞാൻ കണ്ടിട്ടുള്ള വാരണാസിയിൽ കൂടെ ഒഴുകുന്ന ആ ഒരു ഘട്ടമൊക്കെ ഇപ്പം ചെന്ന് കാണാൻ പറ്റും. അത് ഗംഗ പുനർജനിക്കുകയാണ്. ഒരു മലിന സ്രോതസ്സായിരുന്നു ഗംഗ പുനർജനിക്കുകയാണ്. അതിന് അവബോധമാണ്, വലിയൊരു അവബോധമാണ്. അല്ല, കേരളത്തിൽ അങ്ങനെ മലയാളിക്ക് അങ്ങനെ ഈ 2 ഫ്ലഡും ഒക്കെ ഉണ്ടായി അത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാരണമുണ്ട്. നമുക്ക് നിയമങ്ങളില്ല. കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ ഇതുമായിട്ട് ചാലിച്ചെടുത്തിട്ടുള്ള നിയമങ്ങളില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടെങ്കിൽ അനഭിമതമുള്ള പല കാര്യങ്ങളും നമുക്ക് ഇല്ലാതിരിക്കാം.
അതുപോലെ മലകളിൽ വീട് വയ്ക്കുന്നതിന് ഞാൻ ഹിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി പോലത്തെ ഒരു അതോറിറ്റി വേണം. അവിടെ അവരുടെ ഒരു സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിട്ട് ചെയ്യാമോ എന്ന് പറയുന്നു. കാരണം അത് മല വെട്ടിമുറിക്കരുത്. അങ്ങനെ വെട്ടിമുറിച്ചുള്ള കൺസ്ട്രക്ഷൻ പാടില്ല എന്നുള്ളതാണ്. അത് ചെയ്യുവാനായിട്ടുള്ള നിയമപരമായിട്ട് യാതൊരു പരിരക്ഷയും കേരളത്തിലില്ല. അല്ല, ഈ മല വെട്ടിമുറിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടിമുറിച്ചു എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ അത് വീണ്ടും മുറിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ തന്നെ കേരളം ഈ പറഞ്ഞ പോലെ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വരില്ലേ? വലിയ ദുരന്തങ്ങൾ സാക്ഷിയാവും എന്നുള്ളതിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഒരു സാധ്യത, ദുരന്ത സാധ്യത പ്രദേശങ്ങളെ പറ്റി വായിക്കുകയാണ്. 2060 എന്ന് പറയുന്നത് പടിമറ്റത്തായി കഴിഞ്ഞു 36 വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ നല്ലൊരു ഭാഗം എറണാകുളം, കോട്ടയം വരെയുള്ള ഭാഗങ്ങൾ, ഇടനാടുകൾ വരെ കയറി വരുന്നു ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവുന്നു. വെറും 36-40 വർഷം കഴിയുമ്പോഴത്തേക്ക് കേരളം വലിയൊരു ഭാഗം ഇപ്പം തന്നെ ഒരു ചെറിയ മഴ വരുമ്പോൾ എറണാകുളം, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. നമുക്ക് ജലത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ. ജലത്തിന് ഗമന നിർഗമന മാർഗങ്ങൾ എപ്പോഴും കാക്കയെപ്പോലാണ് തുറന്നിടണം. അതിന് ഒഴുകാനായിട്ടുള്ള സ്ഥലം കൊടുക്കണം. അതെവിടെ അടയ്ക്കുന്നു അവിടെ ദുരന്തം കാത്തിരിക്കുന്നുള്ളതാണ്. ഒരു 10 വർഷം മുമ്പുള്ള എനിക്ക് വ്യക്തിപരമായ ഒരു ഓർമ്മ ഞാൻ പറയാം. ഞാൻ വീട് വയ്ക്കുന്ന സമയത്ത് വീട് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുറ്റത്ത് ഒരു കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ശങ്കർജി എന്നോട് പറഞ്ഞു അവിടെ പലതരത്തിലുള്ള മരങ്ങളും ചെടികളും വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെച്ച് ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ മുറ്റത്ത് മണ്ണ് പുല്ലൊക്കെ കിളിച്ച് വൃത്തികേടാവും, അതുകൊണ്ട് അത് സിമൻറ്റ് ഇതിട്ടിട്ട് ഒരു സംഭവം ഇട്ട് ടൈൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ ശങ്കർജി പറഞ്ഞു, ഒരു കാരണവശാലും ചെയ്യരുത്, ഇവിടെ വീഴുന്ന വെള്ളം ഇവിടെ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോണം, അങ്ങനെ ചെയ്യാത്തതായിരിക്കും നമ്മളുടെ ഈ നഗരത്തിൻ്റെയും ഓരോ സ്ഥലത്തിൻ്റെയും ഈ അവസ്ഥയെ മോശമാക്കുക എന്ന് പറഞ്ഞു. ഇന്നെനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാ വീടുകളും ചുറ്റും ഈ കോൺക്രീറ്റ് ചെയ്തിട്ടോ അങ്ങനെ ചെയ്യുകയാണ്. അപ്പം വീട്ടിൽ വീഴുന്ന വെള്ളം മലിനജലമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഇതൊക്കെ ശരിക്കും ഈ കാലാവസ്ഥ മാറ്റത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മളുടെ ഈ ജലദൗർലഭ്യത്തിൻ്റെയൊക്കെ പ്രശ്നമാണ്. ഞാനതാ പറയുന്നത്. ഈ ഭൂമിയുടെ ഉർവരത എന്ന് പറയുന്നത് അതെ ജലസാന്നിധ്യമാണ്. ജലം ജീവനാണ്. ആ ജലമില്ലാത്ത കാലാവസ്ഥ ആലോചിച്ചത് ജലം ജീവനാണ്. അപ്പോൾ നമ്മൾ ജലത്തിനെ അമൂല്യമായിട്ട് സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതാ പറയുന്നത്. വെള്ളപ്പൊക്കം വരട്ടെ, നമുക്കതിനെ സാധ്യതയാക്കി മാറ്റണം. സാധ്യതയാക്കി മാറ്റി വലിയ കുളങ്ങൾ വൃത്തിയാക്കി പള്ളിക്കുളങ്ങളിലേക്ക് തിരിച്ചു വിടുകയോ, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഓടകളിൽ പോകുന്ന വെള്ളം ഞാൻ പലപ്പോഴും അലക്കുന്നുണ്ട്. നല്ല രീതിയിൽ മാലിന്യമില്ലാത്ത തോടുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ താഴ്ന്ന പ്രദേശത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വലിയ കുളങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ വലിയ സാധ്യതയാണ്. അല്ല, ഇപ്പം പിന്നെ ഒരിടത്ത് വായിച്ചത് ഈ മാലിന്യങ്ങൾ പോയിട്ട് മഴക്കാലം കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഒരു വലിയ രോഗം പടരുന്നതിൻ്റെ ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള രോഗമാണെന്ന് നമ്മൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓരോ മഴക്കാലം കഴിയുമ്പോഴും അത് നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. അത് കൂടുതൽ സങ്കീർണമാകുന്നൊരു സംഭവമാണ്. ഇത് റിയാലിറ്റിയാണ്. ക്ലൈമറ്റ് ചേഞ്ച് റിയാലിറ്റി മാത്രമല്ല, യാഥാർത്ഥ്യം മാത്രമല്ല, കലണ്ടറിലെ തീയതികൾ പോലെ എല്ലാ വർഷവും കടന്നു വരാൻ സാധ്യതയായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചേ മാറി. പ്രതിരോധത്തിൻ്റെ മാർഗം തെറ്റായ രീതിയിലൊക്കെ പണിയാതിരിക്കുക. ഭൂമിയുടെ ഇത് കൊടുക്കുമ്പോൾ തന്നെ വയലിൽ ഒരുപക്ഷെ അത് നികത്തി കൊടുക്കാമെങ്കിൽ ഇത്രയും ശതമാനം വെള്ളത്തിന് വേണ്ടി ഒരു കുളമാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് മാത്രം കൊടുക്കാവൂ. ഞാൻ പറയുന്നത് ഏത് വീട്ടിലും തനതായിട്ട് ജലസ്രോതസ് ഉണ്ടാവണം എന്ന് നമ്മൾ കരുതുന്നു. മലിനജലം ഒരിക്കലും റോഡിലേക്ക് ഒഴിക്കാൻ നിയമപൂർവമായിട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മലിനജലം സാധാരണ മഴവെള്ളമല്ല, ഈ നമ്മുടെ ശൗചാലയങ്ങളിൽ നിന്നുള്ള വെള്ളം പോലും ഈ ഓടയിലേക്ക് കടത്തിവിടുന്ന വലിയ ശതമാനം കേരളത്തിലുണ്ട്. അതാണ് പറഞ്ഞത്. അല്ല, ഇപ്പോൾ ഈ 36 വർഷം കഴിയുമ്പോൾ കേരളം നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഈ പറയുന്ന ഭരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളോ എന്തെങ്കിലും ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു 30 വർഷത്തെ പ്ലാനിങ് അല്ലെങ്കിൽ 40 വർഷത്തെ പ്ലാനിങ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതായിട്ട് കേരളത്തിൽ ഞങ്ങളുടെ നഗരസഭയിലൊക്കെ തന്നെ മഴക്കാല ശുചീകരണം എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. തീർച്ചയായിട്ടും ഓടകൾ വൃത്തിയാക്കി എന്ത് പറ്റുമെന്നറിയും, ഓടകൾ വൃത്തിയാക്കി അതിനകത്ത് കുമിഞ്ഞു പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യപ്പെടുന്നില്ല. ആ ഓടയുടെ സൈഡിലങ്ങ് നിക്ഷേപിക്കും. അടുത്ത മഴ തിരിച്ച്
ഓടയിലേക്കൊക്കെ പോകും. അല്ലാതെ ഇതിനെ മാറ്റി നമ്മുടെ മാലിന്യ സംസ്കരണത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പദ്ധതികൾ കേരള ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്നുണ്ട്. അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് പോരാ. ജനങ്ങളുടെ അവബോധത്തിലേക്ക് ഇത് മാറണം എന്നുള്ളതാണ്. നമുക്ക് ഭൂമിയിൽ കിട്ടുന്നതാണ് എല്ലാം. കിട്ടുന്ന മഴയെല്ലാം നമ്മുടെ ഭൂമിയിൽ തന്നെ. ഞാൻ ഈ വീടിരിക്കുന്ന ഈ സ്ഥലം നിങ്ങൾക്കറിയാം, ഒരു വാലിയിലാണ്, താഴ്വാരത്ത് 2 മലകളിലും ചുറ്റപ്പെട്ട് താഴ്വാരത്തിലാണ്. മഴക്ക് വിട്ടപ്പോൾ വെള്ളം കെട്ട്. എനിക്ക് സന്തോഷമാണ്. വെള്ളം കെട്ട് കുളം കൊഴിച്ചു, കുളത്തിലേക്ക് ഈ വെള്ളം അങ്ങനെ ഒഴുകിപ്പോകും. ആ കുളത്തിൻ്റെ ജലവിധാനം ഉയരുന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ച് കാണുന്ന കാഴ്ചയാണ്. അത് സന്തോഷമായിട്ട് മാറ്റണം. കുറച്ച് വെള്ളം കെട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ വീടിന് ചുറ്റും ചെളിയാകും. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെളിയാണ്. ചെളിയെക്കുറിച്ച് നടക്കുക, മഴയത്ത് ഒരു ദിവസം നടക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ ഈ അസഹനീയമായിട്ടുള്ളൊരു ഇതായിട്ട് മാറ്റുന്നു എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഈ വർഷകാലം തുടങ്ങാൻ പോവുകയാണ്. ഈ സമയത്ത് ശരിക്കും എന്താണ് മലയാളി എന്നല്ല, നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മളുടെ മറ്റു തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനങ്ങളും എന്തിനെക്കുറിച്ച് വീക്ഷണമായിട്ടുള്ള ഒരു മാക്രോ ലെവലിലുള്ള ഒരു പദ്ധതികൾ ഉണ്ടാവാതിരിക്കാനൊക്കില്ല. അത് ഭൂവിനിയോഗത്തെ സംബന്ധിച്ചോളം, കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ചോളം ഒക്കെ തന്നെ ദീർഘവീക്ഷണമുള്ള നടപടികളിലേക്ക് നാടി പോയേ തീരുള്ളൂ. കാരണം കാലവരും ബാക്കിയില്ല. രണ്ടാമത് ഈ മൈക്രോ ലെവലിൽ ഏറ്റവും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ജലസംരക്ഷണത്തെപ്പറ്റി, കെട്ടുനിർത്തുന്നതിനെപ്പറ്റി, മഴവെള്ളം ഏറ്റവും ശുദ്ധമായിട്ടുള്ളൊരു ജല സ്രോതസ്സാണ്. അറിയാമോ? അന്തരീക്ഷം വരുന്നത് ഒരു മാലിന്യമൊക്കെ അല്ലാതെ അത് ശുദ്ധജലമാണ്, കുടിക്കാൻ പറ്റുന്ന ജലമാണ്. അപ്പോൾ അത്തരം ഇതിനെ സംഭരിക്കുവാനും അല്ലെ മണ്ണിലേക്കൊക്കെ ആഴ്ത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങളിലേക്ക് മലയാളി ഇതൊരു ജലസാക്ഷരത എന്ന് പറയും. ജലസാക്ഷരത മലയാളിയിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ട കാലഘട്ടമാണെന്ന് അസുരകാലം എന്നു പറയട്ടെ. അത് ഈ പുത്തുമലയിലും കവളപ്പാറയിലും നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നമ്മുടെ മനുഷ്യൻ്റെ അധിനിവേശ പ്രവൃത്തികൾക്ക് ഇതിൻ്റെ ഒരു പ്രതികരണമായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം അധിനിവേശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലകളിലെല്ലാം ഈ കരിങ്കൽ സ്മാരകങ്ങളാണ്. അതെല്ലാം ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ ഭൂമിയുടെ കണ്ണുനീരായിട്ട് മാറുന്നതിൻ്റെ ഇതാണ്. പ്രത്യേകിച്ച് ദുർബലമായ ഭൗമവാളികളുള്ള വയനാട്, ഈ മലമ്പ്രദേശങ്ങളും അവിടെയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇത്തരം ഈ ഖനികളും ഒക്കെ തന്നെ നമ്മൾ വലിയ രീതിയിൽ നിയന്ത്രിക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അല്ല. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ മുരളി തുമ്മാരുക്കുട്ടി പറഞ്ഞൊരു പ്രശസ്തമായ ഒരു സംഭവം, 100 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു ഒരു 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 ചാക്രികമായിട്ട് മഴ വെള്ളം ഒലിച്ചു പോയ വഴിയിലൂടെ വീണ്ടും ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ ഈ വെള്ളം വീണ്ടും കടന്നു വരും. അങ്ങനെ ഒരു പഠനം തന്നെ നടത്തിയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 36 വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീതി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഉള്ള നമ്മുടെ ഈ മുൻകരുതലെടുക്കേണ്ടതല്ലേ? ഞാൻ ഒരു നദിയുടെ തീരത്താണ് ഞാൻ ജനിച്ചത്, വളർന്നു നിൽക്കുന്നത്. പമ്പയുടെ മണിമലയാറുന്ന ആ മണിമലയാറിൻ്റെ ആ ഓർമ്മകൾ എനിക്കുണ്ട്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ പ്രേതം കണക്കായിപ്പോയി. ആ മണിമല ആറെന്ന് പറയുന്നത് വറ്റി വരണ്ട് ശുഷ്കിച്ച ഒരു ജലസ്രോതസ്സായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ എൻ്റെ കുഞ്ഞിലെ എൻ്റെ ബാല്യകാലത്തുള്ള ഓർമ്മ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന പുഴയായിട്ടാണ്. അതൊക്കെ മലിനമായിട്ട് മാത്രമല്ല, ഇതിൻ്റെ ഈ എക്കിലൊക്കെ അടിഞ്ഞിട്ട് ഈ തുരുത്തുകളുണ്ടാവുകയും സ്വാഭാവിക ഒഴുക്കിനെ മാറ്റുകയും പാലങ്ങളുണ്ടാവുകയും അണക്കെട്ടുണ്ടാവുകയും ഈ വലിയ ആഗോള പ്രസ്ഥാനമുണ്ട് ഇതിനെതിരായിട്ട്. വെള്ളത്തിൻ്റെ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യരുതെന്നുള്ളതാണ്. വെള്ളം മുരളി പറഞ്ഞത് എത്രയോ പ്രവാചക ശബ്ദത്തിലായിരിക്കും പറയുക. കാരണം ഈ തിരിച്ചു വരും ഈ വെള്ളത്തിൻ്റെ പഴയ വഴികളില്ല. ഞാനിപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നമുണ്ട് കേട്ടോ. ഭൂമിയിലേക്ക് ആഴ്ന്നുപോയ സരസ്വതി നദി എന്തെങ്കിലും പുനർജനിക്കുന്ന കാര്യമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. ഭൂമിക്കരിക്ക് പുത്തനൊരു സ്രോതസ്സായിട്ട് വരുന്ന ഒരു കാലഘട്ടം ഞാൻ ആലോചിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ ഈ പെരിയാറും ഭാരതപ്പുഴയുടെയും ഒക്കെ തീരത്ത് നടന്നിട്ടുള്ള കേരളത്തിലെ ആപ്പടെ ഏറ്റവും വലിയ നദിയിൽ ഈ രണ്ടുമാണല്ലോ നടന്നിട്ടുള്ള വലിയ രീതിയിലുള്ള അധിനിവേശ പ്രവൃത്തികൾക്ക് തീർച്ചയായും പ്രകൃതിയുടെ കണ്ണുനീരിൽ മറുപടി വരും എന്ന് തന്നെയാണ് എനിക്ക്. അതിനെ നമ്മൾ പ്രതിരോധിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ, ഭരണ സംവിധാനത്തിൻ്റെ തലത്തിൽ, ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ ഈ പ്രാദേശിക തലത്തിലൊക്കെ നടത്താതിരിക്കാൻ അതിനുവേണ്ടിയുള്ള ചില പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ
ഇപ്പം നഗരങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നമ്മുടെ റോഡുകൾ മുഴുവൻ ഇപ്പം പൊളിച്ചിട്ടിരിക്കുന്നു, പല റോഡുകളും. അത് ഈ പറഞ്ഞ എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് പല റോഡുകളും പൊളിച്ചിട്ടിരിക്കുന്നു. കാലവർഷം വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചതാണ്. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിന് മഴക്കാലത്തിന് മുമ്പ് അത് ചെയ്യാനുള്ള നടപടി ഉണ്ടായില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഏത് തരത്തിലുള്ള വീഴ്ചയായിരിക്കും, അല്ലെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും അതിൻ്റെ യഥാർത്ഥ വീഴ്ച? നമുക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ വികസനത്തിൻ്റെ പരിപ്രേക്ഷ്യമായിട്ട് റോഡ് നിർമ്മാണം എടുക്കരുത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് സിറ്റി മിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഉള്ള റോഡെല്ലാം നടക്കാനുള്ള സ്ഥലമില്ലാത്ത രീതിയിൽ എൻഡ് ടു എൻഡാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിലെ ചില പ്രശ്നങ്ങൾ ആരും കാണുന്നു, നടക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര്. ഈ തിരുവനന്തപുരത്തിൻ്റെ അർബൻ മൊബിലിറ്റിയിൽ നിങ്ങളെ അത്ഭുതപ്പെടുന്ന കണക്കുകൾ 60% ആൾക്കാർ നടക്കുകയാണ്. നമ്മൾ കാറിൽ പോകുന്നവർ മാത്രമേ. അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ള റോഡിൻ്റെ വികസനം, നടക്കാനുള്ള ആൾക്ക് ഒരു സൗകര്യമില്ല, നടപ്പാതകളില്ല. നടപ്പാതകളിലുള്ള എല്ലാ മരങ്ങളൊക്കെ വെട്ടി അതെല്ലാം വേറെ ടൈലൊക്കെ ഇട്ട് ഒക്കെ തീർക്കുകയാണ്. അങ്ങനെ ഓടകളില്ല. അതാണ് വെള്ളപ്പൊക്കം ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതിന് കൃത്യമായിട്ട് ഓടകൾ വേണം. അങ്ങനെയാണ് അതിൻ്റെ സന്തുലിതമായ റോഡ് നിർമ്മാണത്തിന് പ്രക്രിയ. അതൊന്നുമില്ല. നമ്മൾ വെട്ടിമുറിച്ച് എനിക്കെപ്പോഴും ഞാൻ കാണുമെന്ന് എനിക്കറിയില്ല, ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് ഇവിടുത്തെ ദേശീയപാത വികസനം, ഇത് കഴക്കൂട്ടത്ത് നിന്ന് കോവളത്തുള്ള വികസനം, ഇത് വലിയൊരു പ്രകൃതി നാശത്തിൻ്റെ സൂചികയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വലിയ ജലാശയങ്ങൾ, വലിയ രീതിയിലുള്ള താഴ്ന്ന പ്രദേശങ്ങളുടെ മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഭീഷണിയാണ് ആ ദേശീയപാത വികസനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ദുരന്ത ഫലങ്ങൾ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആ മേഖലയിലൊക്കെ അനുഭവിക്കുന്നുള്ളതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. അത്ര നികത്തി വലിയ വലിയ വ്യാപാര സമുച്ചയങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും പാർക്കുകളും ഒരുപാട് സാധനങ്ങൾ, ഇതൊക്കെ വലിയ ഇതിനകത്ത് പെട്ടുപോകുന്ന പാവപ്പെട്ട ഒരു സാധാരണക്കാർ, അതിനപ്പുറത്ത് കുറച്ച് സ്ഥലമുള്ളവർ, ഇത്തരം ആൾക്കാരൊക്കെ വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നാളുകളാണ്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ അതൊക്കെ ഒരു പക്ഷേ ഒരു ജലസാക്ഷിയുടെ പേരിലൊക്കെ ഭരണകൂടം അവരുടെ ഒരു കർശനമായ നിയമപരിരക്ഷയോടുള്ള പ്രതിരോധ നടപടികൾ മാത്രമേ രക്ഷയുള്ളൂ. ഓക്കെ.